ഉണ്ടാക്കാൻ പോകുന്നത് അച്ചപ്പമാണ്. നമുക്ക് എന്തൊക്കെ സാധനം ഇതിന് വേണമെന്ന് നമുക്കിവിടെ നോക്കാം. ഒരു ബൗൾ എടുക്കുക. അതിനകത്ത് നമുക്ക് ആദ്യമേ അച്ചപ്പത്തിന് വേണ്ടി 3 മുട്ട എടുക്കാം. അത് പൊട്ടിച്ച് നമ്മൾ ഒഴിക്കുക. ഒരു ബൗളിനകത്ത് ഞാൻ ഒരു കപ്പിനകത്ത് 1 കപ്പ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ 3 മുട്ടയ്ക്ക് ആവശ്യമായത് 1.5 കപ്പാണ്. 1.5 കപ്പ് മാവ്, കുറച്ച് ഏലക്ക, കുറച്ച് പഞ്ചസാര, കുറച്ച് ജീരകം. ഞാനിവിടെ ഇടുന്നത് എള്ളിന് പകരമാണ്. നമ്മൾ ആദ്യമേ മുട്ട അടിക്കുക. നല്ലവണ്ണം അത് അടിക്കണം. ഇപ്പം നല്ലവണ്ണം നമ്മൾ അടിച്ച് പതയ്ക്കണം. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ എടുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഞാനിവിടെ കുറച്ച് ഒരു ബൗൾ പൊടിച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട്. നമുക്കതിന് വേണ്ടുന്ന മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര അവിടെ അതിനകത്തോട്ട് ഇടുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര അതിന് മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് ഇടാം. എന്നിട്ട് അത് നല്ലവണ്ണം നമ്മൾ അടിച്ച് പതപ്പിക്കുക. അരിയില്ലാതെ നമ്മളിത് മുട്ടയും പഞ്ചസാരയും കൂടെ നല്ലവണ്ണം അടിക്കണം. അടിച്ചിട്ട് നമ്മൾ അതിനകത്തോട്ട് ഈ എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് മാവ്, ഞാനത് പാത്രത്തിൽ നിന്ന് 1 കപ്പ് ആദ്യമേ അളന്നു. പിന്നെ വേണമെങ്കിൽ നമ്മൾ കുറേശ്ശെ എടുത്ത് ഇടുക. അങ്ങനെ 1.5 കപ്പ് മാവാണ് ഞാനിവിടെ ചേർക്കാൻ പോകുന്നത്. ഒന്നര കപ്പ് മൈദയിലാണ് ഞാനിവിടെ ഇത് ഉണ്ടാക്കുന്നത്. നല്ലവണ്ണം അടിച്ച് പതപ്പിച്ചെടുക്കുക. ഞാൻ മൈദയിലാണ് ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു പിടി അരി പൊടിച്ച് ചേർക്കാം. കുതിർത്ത് പൊടിച്ച് ചേർത്താൽ ഇച്ചിരി മുറുക്കം കിട്ടും. ഇത് മാത്രമായാലും കാറ്റ് കയറാത്ത ടിന്നകത്ത് അടച്ച് വെച്ചിരുന്നാൽ കുറച്ച് ദിവസങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ഇത് വെള്ളം കുറവാണെങ്കിൽ നമ്മൾ മുട്ടയുടെ വെള്ളം പോരാങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഇതിനകത്ത് ചേർക്കാം. ഇതിനകത്ത് വേണ്ടുന്ന ഞാൻ ആവശ്യത്തിന് പച്ചവെള്ളം ചേർക്കുക. നല്ലവണ്ണം നമ്മൾ കലക്കി യോജിപ്പിക്കുക. നോക്കാം, നല്ല എളുപ്പത്തിന് എടുക്കാവുന്ന ഒരു ഐറ്റമാണ്. ഇത് ഈ പരുവം വരെ കലക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സിയിലോട്ട് ഒന്ന് അടിച്ചെടുക്കും. അതിനകത്ത് കുറച്ച് ഉപ്പ്, കുറച്ച് ജീരകം 1 സ്പൂണ് ജീരകം, നമുക്കൊന്ന് കടിക്കുന്നതിന് വേണ്ടിയിട്ട്. എള്ളിന് പകരം ഞാൻ ഇടുക എള്ള് ഇല്ലാത്തതുകൊണ്ട്. അതിന് എന്നിട്ട് കുറച്ച് ഏലക്ക ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ വേണ്ടി വരും. അതും കൂടെ ഇട്ടിട്ട് നമ്മൾ പരുവത്തിന് ചേർക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം വേണ്ടുന്നവരുണ്ട്, കുറവ് വേണ്ടുന്നവരുണ്ട്, കൂടുതൽ വേണ്ടുന്നവരുണ്ട്. അതനുസരിച്ച് ചേർത്തിട്ട് നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് മിക്സിയിലോട്ട് ഒന്നടിച്ച് എടുക്കണം. ഞാൻ മിക്സിയിലോട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്.
മിക്സിയിൽ അടിച്ചത് ഞാൻ ഇത് ഒഴിക്കുകയായി. ഇതുപോലെ ഇരിക്കണം ശകലം. നമ്മൾ ഇതാണ് ഇതിൻ്റെ പരുവ്, അച്ചപ്പത്തിൻ്റെ പരുവ്. നമുക്ക് വെള്ളം നമ്മൾ അച്ച് മുക്കുമ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ അല്പം വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ചൂടായ അച്ച് ഇതിനകത്തോട്ട് മുക്കിയെടുത്ത് എണ്ണയിലിടാം. ഈ പരുവത്തിനാണ് നമുക്ക് മാവ് അച്ചപ്പം എടുക്കാൻ വേണ്ടുന്നത്. ഈ പരുവത്തിന് ഇനി ഞാൻ ഗ്യാസിനകത്ത് വെക്കാൻ പോവുകയാണ്. ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട്. അച്ച് ചൂടാവാൻ വെച്ചേക്കുക. നല്ലവണ്ണം ചൂടായ ശേഷം മാത്രമേ നമ്മൾ മാവിനകത്ത് മുക്കി ഇടാവൂ. അച്ച് നല്ലവണ്ണം ചൂടായ ശേഷം മാത്രം. നമ്മൾ എണ്ണ വെച്ച് തിളച്ച് കിടക്കുക. അതിനകത്ത് അച്ചും നല്ലവണ്ണം ചൂടായെങ്കിൽ മാത്രമേ നമുക്ക് ഈ മാവിനകത്ത് മുക്കിയ അച്ച് ശരിയായി അച്ചപ്പം ശരിയായി കിട്ടും. എന്നിട്ട് അതിനകത്തോട്ട് ഇടുക. ചെറിയ തീയിൽ വേണം, കട്ടി കുറവായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇത് ആയി കിട്ടും. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഒലച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഇളവിയിട്ടില്ലെങ്കിൽ ആദ്യമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അച്ചപ്പം ഇളവി വരും. ആദ്യമൊക്കെ 1-2 വട്ടം നമ്മൾ ചെയ്യേണ്ടി വരും. അതിന് ചെറിയ ചട്ടിയിലാണ് നമ്മൾ നമ്മുടെ വീട്ടാവശ്യം കുറച്ച് എടുക്കുന്നത്. ഒരു ചെറിയ ചട്ടിയിൽ നമുക്ക് എണ്ണ ഉപയോഗിച്ചാൽ മതി. അപ്പം ഞാനിവിടെ മറിച്ചിടുകയാണ്. അച്ചപ്പം ഇതേ കളറാവുമ്പോൾ നമ്മൾ എടുക്കുക. നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ ആകുമ്പോൾ ഇങ്ങനെ, അല്ലെങ്കിൽ ഇത് കൂടുതൽ വലിയ ചട്ടിയിൽ എണ്ണ ഉപയോഗിച്ച് എടുക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ ആണെങ്കിൽ ഇത് ഇത്രയൊക്കെ ചെറിയൊരു അച്ച് ഉപയോഗിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെ എടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരിച്ചിരി മൈദ എടുത്ത് മുട്ടയും പൊട്ടിച്ച് പഞ്ചസാര ഇട്ട് എളുപ്പം എടുക്കാവുന്നതാണ്. വെച്ചിരിക്കുകയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എടുത്ത് കൊടുക്കാവുന്നതാണ്. ഒരു പലഹാരമാണ്, കുഞ്ഞുങ്ങൾക്ക് വലിയ ഇഷ്ടവുമാണ്. ഇത് നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം. എളുപ്പം തന്നെ നമുക്കിത് എടുക്കാം. ഇത് നമ്മൾ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ സിമ്മിൽ മാത്രമേ വെക്കാം. അപ്പോഴാണ് പെട്ടെന്ന് വേവുന്ന കട്ടി കുറഞ്ഞ പിന്നെ പലഹാരമായതുകൊണ്ട് സിമ്മിലിട്ടേ. നമ്മൾ ഈ അച്ചപ്പം ഉണ്ടാക്കി തീർന്നു. നമ്മൾ ഇത് അത്രയും മാവിന് ഉണ്ടാക്കിയതാണ്. ഇത് നമ്മൾ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് മൈദയ്ക്ക്. നമ്മളത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ലൊരു പലഹാരവും കൂടിയാണ്.